നമസ്കാരം. സഭാവിശേഷങ്ങളും വാർത്തകളുമായി മാർത്തോമ ന്യൂസ്. മലങ്കര മാർത്തോമ സുറിയാനി സഭ അധ്യക്ഷൻ ഡോക്ടർ തിയോഡോഷ്യസ് മാർത്തോമ മെത്രാപ്പൊലിത്ത സെൻസസ് വിവരണ ശേഖരണത്തിന്റെ ഭാഗമായി സെൽഫ് എന്യൂമറേഷൻ പൂർത്തിയാക്കി. സെൻസസ് നടപടികളിൽ ജനങ്ങൾ സജീവമായി പങ്കാളികളാകേണ്ടതിന്റെ പ്രാധാന്യം മെത്രാപ്പൊലിത്ത ചൂണ്ടിക്കാട്ടുകയും സെൽഫ് എന്യൂമറേഷൻ പ്രചരണ പ്രവർത്തനങ്ങൾക്ക് പൂർണ്ണ പിന്തുണ അറിയിക്കുകയും ചെയ്തു. പൊതുജനങ്ങളിൽ സെൽഫ് എന്യൂമറേഷനെക്കുറിച്ചുള്ള അവബോധം വർദ്ധിപ്പിക്കുന്നതിനായി തിരുവല്ല താലൂക്ക് സെൻസസ് സെൽ വിപുലമായ ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. ഇതിന്റെ ഭാഗമായി സെൽഫ് എന്യൂമറേഷൻ പൂർത്തിയാക്കുന്നവർക്കായി നറുക്കെടുപ്പിലൂടെ ആകർഷകമായ സമ്മാനങ്ങളും ഒരുക്കിയിട്ടുണ്ട്. താലൂക്ക് സെൻസസ് ചാർജ് ഓഫീസറും തഹസീൽദാറുമായ ജോബിൻ കെ ജോർജ് നേതൃത്വം നൽകുന്നു. അകന്നുപോയ ബന്ധങ്ങൾ വീണ്ടെടുക്കുന്ന സൗഖ്യദായക ശുശ്രൂഷയാണ് ഇന്നിന്റെ ആവശ്യമെന്ന് മലങ്കര മാർത്തോമ സുറിയാനി സഭ അധ്യക്ഷൻ ഡോക്ടർ തിയോഡോഷ്യസ് മാർത്തോമ മെത്രാപ്പൊലിത്ത. മാർത്തോമ സഭയിലെ കൺവെൻഷൻ പ്രസംഗങ്ങളുടെ 3 ദിവസം നീണ്ടുനിന്ന വാർഷിക സമ്മേളനം മാരാമൺ റിട്രീറ്റ് സെന്ററിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മെത്രാപ്പൊലിത്ത. അകറ്റി നിർത്തലല്ല ഇന്നിന്റെ ആവശ്യം, ചേർത്തു നിർത്തലാണെന്നും മെത്രാപ്പൊലിത്ത കൂട്ടിച്ചേർത്തു. സഭാ സെക്രട്ടറി റവറൻ ഡെബി ടി മാമൻ അധ്യക്ഷനായിരുന്നു. സഭാ ആത്മായ ട്രസ്റ്റി അഡ്വക്കേറ്റ് അൻസിൽ സക്രിയ, വൈദിക ട്രസ്റ്റി റവറൻ ഡേവിഡ് ഡാനിയൽ, സുവിശേഷ പ്രസംഗ സംഘം ജനറൽ സെക്രട്ടറി റവറൻ ഡെബി കെ ജോഷുവ, ട്രഷറർ രവി തോമസ് വാരിക്കാട്, സഞ്ചാര സെക്രട്ടറി റവറൻ ജിജി വർഗീസ്, കൺവെൻഷൻ പ്രസംഗ സംഘം ജനറൽ സെക്രട്ടറി സാം കെ ഉദുപ്, ട്രഷറർ മാത്യു ജോൺ വാളക്കുഴി, വൈസ് പ്രസിഡന്റ് ജോയ് പുല്ലാഡ് എന്നിവർ പ്രസംഗിച്ചു. കൺവെൻഷൻ പ്രസംഗകർ സമാഹരിച്ച മിഷൻ ഫണ്ട് ട്രഷറർ മാത്യു ജോൺ വാളക്കുഴി സംഘം ട്രഷറർ ഡോക്ടർ രവി തോമസ് വാരിക്കാടിന് കൈമാറി. റവറൻ ബോബി മാത്യു ക്ലാസുകൾ നയിച്ചു. സമാപന ദിവസം മാത്യൂസ് മാർ സെറാഫിയം എപ്പിസ്കോപ്പ വിശുദ്ധ കുർബാന അനുഷ്ഠിച്ചു. തുടർന്ന് സമാപന സന്ദേശം നൽകി. ദൈവത്തിന് എന്നെക്കുറിച്ച് എന്തുമാത്രം ആഗ്രഹവും താല്പര്യം ഉണ്ടായിട്ടുണ്ട്. അതുപോലെയൊന്നും ആയില്ലല്ലോ ദൈവമേ എന്നൊരു ചിന്ത എനിക്ക് എപ്പോഴും തരും. പത്രത്തിലൊക്കെ പേര് വരുമ്പോൾ, ആദ്യം എൻ്റെ എപ്പിസ്കോപ്പ സ്ഥാനത്തിന് സമയം വരുമ്പോൾ ആളുകളൊക്കെ പറയും, ഇന്ന് ബർന്നബാസ് സിനിമയുടെ പേര് പത്രത്തിൽ വന്നു എന്നൊക്കെ എൻ്റെ അമ്മയോട് വന്ന് പറയുമ്പോൾ അമ്മ കരഞ്ഞുകൊണ്ട് പാടും, കാശിനു പോലുമേ ദാസർക്കില്ലേ വില. അമ്മ കരഞ്ഞുകൊണ്ട് എന്നോട് ഇതെല്ലാം പറയുമ്പോൾ എനിക്കും അത്ഭുതമാണ്, സന്തോഷമാണ്, ദുഃഖമാണ്. അമ്മയോടൊക്കെ ഒപ്പം ഒന്നും ആകാൻ കഴിഞ്ഞില്ലല്ലോ ദൈവമേ, തമ്പുരാന്റെ കൃപ എന്നല്ലാതെ മറ്റെന്ത് പറയണ്ടു. മയക്കുമരുന്നിന്റെ മാരക ചതിക്കുഴിയിൽ നിന്ന് സമൂഹത്തെ രക്ഷിക്കുവാൻ ഒറ്റക്കെട്ടായി നീങ്ങണമെന്ന് സംസ്ഥാന ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. മാർത്തോമ സഭ റാന്നി നിലയ്ക്കൽ ഭദ്രാസന അധ്യക്ഷൻ ഡോക്ടർ ജോസഫ് മാർ ബർണബാസ് അഫ്രിക്കൻ മെത്രാപ്പൊലിത്തയുടെ പൗരോഹിത്യ സുവർണ ജൂബിലി സമാപന സമ്മേളനം റാന്നിയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. സമൂഹത്തെ കാർന്നു തിന്നുന്ന ഈ വിപത്തിൽ നിന്ന് രക്ഷ നേടുന്നതിനായി നടപ്പിലാക്കുന്ന പുതിയ ദൗത്യത്തിൽ എല്ലാവരും പങ്കാളികളാവുകയും വിജയിപ്പിക്കുകയും വേണം. ഇതിനായി മാർത്തോമ സഭാ ഭദ്രാസനം വാഗ്ദാനം ചെയ്ത പിന്തുണ സ്വീകരിക്കുന്നതായി മന്ത്രി പറഞ്ഞു. ഇന്ന് മദ്യത്തിനും മയക്കുമരുന്നിനും അടിമകളായി മാറുന്ന കേരളീയ സമൂഹത്തെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് സംസ്ഥാന സർക്കാർ ഓപ്പറേഷൻ തുഫാൻ എന്നൊരു പദ്ധതി ആവിഷ്കരിച്ചിരിക്കുന്നത്. ആ പദ്ധതിയിൽ പങ്കാളിയാകാമെന്ന് പറഞ്ഞ തിരുമേനിയോടുള്ള കേരള ഗവൺമെന്റിന്റെ നന്ദി രേഖപ്പെടുത്താൻ ഈ അവസരം ഞാൻ വിനിയോഗിക്കുകയാണ്. പ്രശ്നകലുഷിതമായ കാലഘട്ടത്തിൽ യേശുക്രിസ്തുവിന്റെ തലോടലാണ് ലോകം ആഗ്രഹിക്കുന്നതെന്ന് മുഖ്യപ്രഭാഷണം നടത്തിയ MP അബ്ദുൾ സമദാനി MP പറഞ്ഞു. ഡോക്ടർ തോമസ് മാർ തിമോത്തിയോസ് എപ്പിസ്കോപ്പ അധ്യക്ഷത വഹിച്ചു. പൗരോഹിത്യ ശുശ്രൂഷയിൽ 50 വർഷം പൂർത്തിയാക്കുമ്പോൾ എല്ലാ ആശംസകളും നേരുന്നു. സഭയിൽ മേൽപ്പട്ടക്കാരിൽ വ്യത്യസ്തതകൾ ധാരാളം പുലർത്തുന്ന ഒരു മേൽപ്പട്ടക്കാരനാണ് പ്രിയപ്പെട്ട തിരുമേനി. നിയമസഭാ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, ഡോക്ടർ ജോസഫ് മാർ നിക്കോദിമോസ്, ആന്റണി MP, MLA മാരായ പഴകുളം മധു, അബിൻ വർക്കി കോടിയാട്ട്, വർഗീസ് മാമൻ, KU ജനീഷ് കുമാർ, സഭാ സെക്രട്ടറി റവറൻ ഡെബി ടി മാമൻ, മുൻ MLA മാരായ രാജു എബ്രഹാം, പ്രമോദ് നാരായണൻ, സഭാ ആത്മായ ട്രസ്റ്റി റവറൻ ഡേവിഡ് ഡാനിയൽ, ആത്മായ ട്രസ്റ്റി അഡ്വക്കേറ്റ് അൻസിൽ സക്രിയ കോമാട്ട്, ഭദ്രാസന സെക്രട്ടറി റവറൻ തോമസ് കോശി പണിച്ചുമുട്ടിൽ, റവറൻ സജു ചാക്കോ തുടങ്ങിയവർ പ്രസംഗിച്ചു. മലങ്കര മാർത്തോമ സുറിയാനി സഭയുടെ സംഗീത സംവേദന വിഭാഗമായ DSMCയുടെ ആധുനിക സാങ്കേതിക വിദ്യയിൽ ഒരുക്കിയ HE ഡോൾബി അറ്റ്മോസ് സ്റ്റുഡിയോ ജൂൺ 20 സമർപ്പിക്കും. രാവിലെ 8 മണിക്ക് ഡോക്ടർ തിയോഡോഷ്യസ് മാർത്തോമ മെത്രാപ്പൊലിത്ത പ്രതിഷ്ഠാ ശുശ്രൂഷ നിർവഹിക്കും. DSMC പ്രസിഡന്റ് ഡോക്ടർ PD ജോസഫ് മാർ ഇവാനിയോസ് എപ്പിസ്കോപ്പയും മറ്റു മേൽപ്പട്ടക്കാരും സഹകാർമ്മികരായിരിക്കും. സ്വപ്നങ്ങളിൽ നിന്ന് ആകാശത്തിലേക്ക് ഉയർന്ന് ജ്യോതിസ് കുട്ടികൾ, ആത്മവിശ്വാസത്തിന്റെ ചിറകിലേറി വിമാനയാത്ര. മാനസിക വെല്ലുവിളികൾ നേരിടുന്ന കുട്ടികൾക്കായി മാവേലിക്കര ജ്യോതി സ്പെഷ്യൽ സ്കൂൾ ആൻഡ് തെറാപ്പി സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച വിമാനയാത്ര വേറിട്ട അനുഭവമായി. ഇൻഡിഗോ എയർലൈൻസിന്റെ സഹകരണത്തോടെ എറണാകുളം തിരുവനന്തപുരം റൂട്ടിൽ നടത്തിയ യാത്രയിൽ 20 കുട്ടികളും 5 സ്റ്റാഫ് അംഗങ്ങളും പങ്കെടുത്തു.
ജീവിതത്തിൽ ആദ്യമായി വിമാനത്തിൽ യാത്ര ചെയ്യുവാനുള്ള അവസരം ലഭിച്ച കുട്ടികൾക്ക് ഈ അനുഭവം അവിസ്മരണീയമായി. ആകാശത്തുകൂടി പറന്നുപോകുന്ന വിമാനങ്ങളെ കൗതുകത്തോടെ നോക്കി നിന്നിരുന്ന കുട്ടികൾ തങ്ങൾ തന്നെ മേഘങ്ങൾക്കിടയിലൂടെ സഞ്ചരിച്ച അനുഭവം ആവേശത്തോടെയാണ് ഏറ്റുവാങ്ങിയത്. വിമാനത്തിന്റെ ജനലിലൂടെ കാഴ്ചകൾ ആസ്വദിച്ച കുട്ടികളുടെ സന്തോഷം അധ്യാപകർക്കും രക്ഷിതാക്കൾക്കും ഒരുപോലെ ഹൃദയസ്പർശിയായി. യാത്രയുടെ ഭാഗമായി ഇൻഡിഗോ എയർലൈൻസ് കൊച്ചി വിമാനത്താവളത്തിൽ കുട്ടികൾക്ക് ഊഷ്മള സ്വീകരണം ഒരുക്കിയതോടൊപ്പം സർപ്രൈസ് കേക്ക് മുറിക്കൽ ചടങ്ങും സംഘടിപ്പിച്ചു. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ പ്രത്യേക ബസ് സൗകര്യവും യാത്രയുടെ വിവിധ ഘട്ടങ്ങളിൽ ആവശ്യമായ സഹായങ്ങളും ഒരുക്കി. യാത്രയ്ക്കിടെ എറണാകുളം വിമാനത്താവളത്തിൽ വെച്ച് പുതുപ്പള്ളി MLA ചാണ്ടി ഉമ്മൻ കുട്ടികളെ അപ്രതീക്ഷിതമായി സന്ദർശിച്ചതും വിശേഷങ്ങൾ ചോദിച്ചറിഞ്ഞതും കുട്ടികളിൽ ആവേശമുണർത്തി. പരിപാടി യാഥാർത്ഥ്യമാക്കുന്നതിൽ ഇൻഡിഗോ എയർലൈൻസിലെ ക്യാപ്റ്റൻ JM തോമസിന്റെയും ഭാര്യ ബിന്ദു തോമസിന്റെയും പിന്തുണ നിർണായകമായിരുന്നു. 2025 സ്ഥാപനത്തിലെ 10 കുട്ടികൾ ദുബായിൽ നടന്ന അന്തർദേശീയ വേദിയിൽ കലാപരിപാടി അവതരിപ്പിച്ച് ശ്രദ്ധ നേടിയിരുന്നു. സഭയുടെ ചെങ്ങന്നൂർ മാവേലിക്കര ഭദ്രാസനാധിപനും സ്ഥാപനത്തിന്റെ പ്രസിഡന്റുമായ ഡോക്ടർ യുവാക്കി മാർ കൂർലോസ് സഫ്രിയാൻ മെത്രാപ്പൊലീത്തയുടെ നേതൃത്വത്തിലും ഡയറക്ടർ റവറൻ വിനോദ് ഈശോയുടെ മേൽനോട്ടത്തിലും സ്ഥാപനം അനുഗ്രഹീതമായി പ്രവർത്തിച്ചു വരുന്നു. മാർത്തോമാ സഭ മുംബൈ ഭദ്രാസന സേവികാ സംഘ വാർഷിക സമ്മേളനം വാശി സെന്റ് പോൾസ് മാർത്തോമാ പള്ളിയിൽ നടത്തി. ഭദ്രാസനാധ്യക്ഷൻ ഡോക്ടർ PD ജോസഫ് മാർ ഇവാനിയോസ് എപ്പിസ്കോപ്പ അധ്യക്ഷനായിരുന്നു. സ്ത്രീകൾ സത്യവിശ്വാസവും മൂല്യങ്ങളും പൈതൃകവും തലമുറകൾക്ക് പകർന്നു കൊടുക്കുന്നവർ ആയിരിക്കണമെന്ന് മാർ ഇവാനിയോസ് എപ്പിസ്കോപ്പ ആഹ്വാനം ചെയ്തു. സേവികാ സംഘം ജനറൽ സെക്രട്ടറി ലത P കുര്യൻ റിപ്പോർട്ടും ട്രഷറർ ഷൈനി സജി കണക്കുകളും ബജറ്റും അവതരിപ്പിച്ചു. ലേഡി വൈസ് പ്രസിഡന്റ് മിനി ജെയ്സ്, സെന്റർ പ്രസിഡന്റുമാരായ റവറൻ എബ്രഹാം വർഗീസ്, റവറൻ റോബിൻ GK, ഭദ്രാസന ട്രഷറർ VP സൈമൺ, റവറൻ ജിനു, റവറൻ ജെനിൽ എബ്രഹാം, മറിയാമ്മ തോമസ്, സോജി ബിനു, ഭദ്രാസന ബിഷപ്പ് സെക്രട്ടറി റവറൻ ജിജി മാത്യൂസ്, റവറൻ തോമസ് കുര്യൻ അഞ്ചേരി എന്നിവർ പ്രസംഗിച്ചു. ഭദ്രാസന ഭാരവാഹികളായി ക്ലർജി വൈസ് പ്രസിഡന്റ് റവറൻ ഡോക്ടർ തോമസ് കുര്യൻ അഞ്ചേരി, വൈസ് പ്രസിഡന്റ് സൂസമ്മ മാത്യു, സെക്രട്ടറി ഷൈനി എബ്രഹാം, ട്രഷറർ ഷൈനി സജി എന്നിവർ തിരഞ്ഞെടുക്കപ്പെട്ടു. മാർത്തോമാ യുവജന സഖ്യം കോട്ടയം കൊച്ചി ഭദ്രാസന വാർഷിക പ്രതിനിധി സമ്മേളനം തോമസ് മാർ തിമോത്തിയോസ് എപ്പിസ്കോപ്പയുടെ അധ്യക്ഷതയിൽ മാങ്ങാനം ചെമ്പ്രപ്പള്ളി ബദൽ മാർത്തോമാ പള്ളിയിൽ നടത്തി. ഭദ്രാസന വികാരി ജനറൽ വെരി റവറൻ ഡോക്ടർ സാംസ്രം ജേക്കബ്, ഭദ്രാസന യുവജന സഖ്യം ഉപാധ്യക്ഷൻ റവറൻ മാത്യു ചാക്കോ, ഭദ്രാസന സെക്രട്ടറി റവറൻ അലക്സ് എബ്രഹാം എന്നിവർ പങ്കെടുത്തു. കോട്ടയം വൈദിക സെമിനാരി അധ്യാപകൻ റവറൻ ഡോക്ടർ ഷിബി വർഗീസ് കശീഷ ധ്യാന പ്രസംഗം നിർവഹിച്ചു. റവറൻ PJ ജോൺ, ഭദ്രാസന യുവജന സഖ്യം ഉപാധ്യക്ഷൻ റവറൻ മാത്യു ചാക്കോ, ഭദ്രാസന യുവജന സഖ്യം ജോയിന്റ് സെക്രട്ടറി ആഞ്ചല M ജോസി എന്നിവർ പ്രസംഗിച്ചു. ഭദ്രാസന സഖ്യം സെക്രട്ടറി ജോർജി മാത്യു വർഗീസ് വാർഷിക റിപ്പോർട്ടും ട്രഷറർ അഡ്വക്കേറ്റ് തേജസ് തോമസ് കാറ്റാടി വാർഷിക വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു. സെക്രട്ടറി ജോർജി മാത്യു വർഗീസ്, റവറൻ എബ്രഹാം C മാത്യു എന്നിവരും സംസാരിച്ചു. മികച്ച സെന്റർ, മികച്ച ശാഖ മത്സരങ്ങളിൽ വിജയികളെ പ്രഖ്യാപിക്കുകയും സമ്മാനദാനം നിർവഹിക്കുകയും ചെയ്തു. മികച്ച സെന്റർ 1ാം സ്ഥാനം മല്ലപ്പള്ളി വെസ്റ്റ് സെന്റർ, 2ാം സ്ഥാനം വാഴൂർ സെന്റർ, 3ാം സ്ഥാനം കീഴിലം മൂന്നാർ സെന്റർ. മികച്ച ശാഖ 1ാം സ്ഥാനം കാനം സെന്റ് തോമസ്, 2ാം സ്ഥാനം വാഴൂർ എബനേസർ, 3ാം സ്ഥാനം പറക്കത്താനം സെന്റ് തോമസ്. ഭദ്രാസന കലാസാഹിത്യ വേദി സംഘടിപ്പിച്ച ഒരു വാക്കുകൂടി എഴുത്തു മത്സരങ്ങളിലെ വിജയികളെ അനുമോദിച്ചു. ഉപന്യാസ രചന ഇംഗ്ലീഷ് 1ാം സ്ഥാനം ജിസ്ന അനു ജോസ്, കീവായ്പൂർ ജെറുസലേം. ഉപന്യാസ രചന മലയാളം 1ാം സ്ഥാനം ആൻ സൂസൻ ജേക്കബ്, പുന്നവേലി സെന്റ് തോമസ്. കവിതാ രചന ഇംഗ്ലീഷ് 1ാം സ്ഥാനം എവ്ലിൻ മരിയ സൈമൺ, കീവായ്പൂർ ജെറുസലേം. കവിതാ രചന മലയാളം 1ാം സ്ഥാനം അബിൻ ജോൺ C മാത്യൂസ്, പുന്നവേലി സെന്റ് തോമസ്. ഒപ്പം കലാമേളയിലെ കലാതിലകം കലാപ്രതിഭാ പുരസ്കാരങ്ങളും വിതരണം ചെയ്തു. കലാപ്രതിഭ ഗ്രൂപ്പ് 1 ജെർമി ബിജി തോമസ്, പരിയാരം സെന്റ് ആൻഡ്രൂസ്. ഗ്രൂപ്പ് 2 സംഗീ ജേക്കബ് ജോൺ, കോട്ടയം സെന്റ് തോമസ്. കലാതിലകം ഗ്രൂപ്പ് 1 വാനിയ മിറിയം മാത്യു, കോട്ടയം ജെറുസലേം. ഗ്രൂപ്പ് 2 അഡ്വക്കേറ്റ് സ്റ്റെഫി ലിസ മാത്യു, ജെറുസലേം. റാന്നി തപോവൻ അരമനയിൽ നടന്ന മലങ്കരയിലെ എപ്പിസ്കോപ്പൽ സഭകളുടെ പിതാക്കന്മാരുടെ ഇടയ സംഗമം അനുഗ്രഹീതമായി. ഡോക്ടർ ജോസഫ് മാർ ബർണബാസ് അഫ്രിക്കൻ മെത്രാപ്പൊലീത്തയുടെ പൗരോഹിത്യ സുവർണ ജൂബിലിയുടെ സമാപനത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച ഇടയ സംഗമത്തിന് മാർ ബർണബാസ് ആതിഥ്യം അരുളി. വിവിധ സഭകളിൽ നിന്നും 33 പിതാക്കന്മാർ പങ്കെടുത്തു. മാർത്തോമാ സന്നദ്ധ സുവിശേഷ സംഘം ചെങ്ങന്നൂർ മാവേലിക്കര ഭദ്രാസനം ഒരുക്കിയ ദബാർ 2026 ബൈബിൾ പൊതുവിജ്ഞാന സഭാ ചരിത്രം മെഗാ ക്വിസ് ഗ്രാൻഡ് ഫിനാലെ വർണ്ണവിസ്മയമായി. ആറാട്ടുപുഴ തരംഗം മിഷൻ ആക്ഷൻ സെന്ററിലെ വേദിയിൽ 100 കണക്കിന് വിശ്വാസികളെ സാക്ഷിയാക്കിയായിരുന്നു ഗ്രാൻഡ് ഫിനാലെ. ശാഖ, സെന്റർ തലങ്ങളിൽ നടന്ന മത്സരങ്ങളിൽ പങ്കെടുത്ത് 1ാം സ്ഥാനം നേടിയ 6 ടീമുകൾ അവസാന റൗണ്ടിൽ പങ്കെടുത്തു. ഇലന്തൂർ സെന്ററിനെ പ്രതിനിധീകരിച്ച സോനു ജോൺ, മേരിക്കുട്ടി മാത്യു എന്നിവർക്ക് 1ാം സ്ഥാനം ലഭിച്ചു. മാവേലിക്കര സെന്ററിനെ പ്രതിനിധീകരിച്ച ജോൺ തോമസ്, സജ്ന വർഗീസ് ടീമിന് 2ാം സ്ഥാനവും, കാർത്തികപ്പള്ളി സെന്ററിനെ പ്രതിനിധീകരിച്ച സുജന അന്ന ജേക്കബ്, ജൂലി മാത്യു എന്നിവർ അടങ്ങിയ ടീമിന് 3ാം സ്ഥാനവും ലഭിച്ചു. സഭാജനങ്ങളിൽ ബൈബിൾ, സഭാചരിത്രം, പൊതുവിജ്ഞാനം പരിപോഷിപ്പിക്കുന്നതിനായി ഭദ്രാസന അധ്യക്ഷൻ ഡോക്ടർ യുവാക്കി മാർ കൂർലോസ് അഫ്രിക്കൻ മെത്രാപ്പൊലീത്ത ആവിഷ്കരിച്ച ആശയമായിരുന്നു മെഗാ ക്വിസ്. സമാപന സമ്മേളനത്തിൽ ഭദ്രാസന വൈസ് പ്രസിഡന്റ് റവറൻ സുശീൽ വർഗീസ് അധ്യക്ഷനായിരുന്നു.
ജിജു വർഗീസ് ഉമ്മൻ ക്വിസ് മാസ്റ്ററായി പ്രവർത്തിച്ചു. കൺവീനർ ജോൺ തോമസ്, ഭദ്രാസന സെക്രട്ടറി തോമസ് ടി ഐ, ട്രഷറർ എബ്രഹാം കെ ചെറിയാൻ, രാജു വർഗീസ് മടത്തിലേത്ത് എന്നിവർ നേതൃത്വം നൽകി. കൂടുതൽ സഭാവിശേഷങ്ങളും വാർത്തകളുമായി അടുത്തയാഴ്ച വീണ്ടും കാണാം. മാർത്തോമാ വിഷനിലൂടെ. ഷാലോ.